അസ്സലാമലൈക്കും. ഹലോ എവരി വൺ, നമസ്കാരം. വെൽക്കം ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി. ഇങ്ങനെ പോണു എല്ലാവരുടെയും ലോക്ക്ഡൗൺ എല്ലാം. പലരും പറയുന്നുണ്ട് വെറൈറ്റി ആയിട്ടുള്ള പാചക പരീക്ഷണങ്ങളൊക്കെ പരീക്ഷിക്കാനുള്ള ഒരു അവസരം കൂടിയാണെന്ന് പറയുന്നുണ്ട് ഈ ഒരു ലോക്ക്ഡൗൺ സിറ്റുവേഷൻ. ഞാൻ എത്തിയിട്ടുള്ളത് ഒരു പുതിയ ഇനം റൈസ് ആയിട്ടാണ്. പുതിയ ഇനമല്ല, ഇത് കുറച്ചു കാലമായിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ അധികം കേട്ടുകേൾവില്ലെങ്കിലും രുചിയുടെ കാര്യത്തിൽ ഒരു ഉഗ്രൻ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ബിരിയാണി, ബോംബെ ബിരിയാണി. ഇപ്പോൾ നമ്മളെ മലയാളികൾ പൊതുവെ ഉണ്ടാക്കാറും ഇഷ്ടപ്പെടാറുള്ളതും നമ്മുടെ ബിരിയാണി, അതുപോലെ മന്തി, മജ്ബൂസ്, ഇങ്ങനത്തെ റൈസ് ഐറ്റംസ് ആണല്ലോ. അതിൽ നിന്നും കുറച്ച് വ്യത്യസ്ത രുചിയായിട്ടുള്ള ഒരു ടൈപ്പ് ബിരിയാണിയാണ് ബോംബെ ബിരിയാണി. അത് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിൽ എക്സ്ട്രാ ആയിട്ടൊരു ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത് ആലു ബുഹാരി അല്ലെങ്കിൽ ഡ്രൈഡ് പ്ലംസ്. അത് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ അതില്ലെങ്കിൽ തന്നെ നമുക്ക് ഈ ബിരിയാണി വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ബോംബെ ബിരിയാണി വീട്ടിലുണ്ടാക്കാമെന്ന്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ബോംബെ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ചിക്കൻ വെച്ചിട്ടാണ് ബോംബെ ബിരിയാണി പൊതുവായിട്ട് ഉണ്ടാക്കാറ്. അപ്പോൾ അതിനായിട്ട് 1 kg ചിക്കൻ, പിന്നെ ഒരു 2 പൊട്ടാറ്റോ, ഏകദേശം ഒരു 1/2 കിലോന് പൊട്ടാറ്റോ വലിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 1/2 kg പൊട്ടാറ്റോ. പിന്നെ വേണ്ടത് ബസുമതി റൈസ്. ഇവിടെ 1 kg ബസുമതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. വലിയ അരിയില്ലേ, ഈ ട്രിപ്ലെക്സെൽ നോക്കിയെടുത്താൽ മതി. പിന്നെ വേണ്ടത് സവാള. ഇത് നമ്മൾ വറുക്കാനാണ്, നമ്മൾ വറുത്ത് കോരിയിട്ടാണ് ഇടുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 3 ഉള്ളി. പിന്നെ വേണ്ടത് തക്കാളി. അപ്പോൾ ടൊമാറ്റോയുടെ പ്യൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 3 ടൊമാറ്റോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂണ്, 1 ടേബിൾ സ്പൂണ് പച്ചമുളക്. പിന്നെ വേണ്ടത് ഒരു ലെമണിൻ്റെ ജ്യൂസ്. പിന്നെ വേണ്ടത് 2 ആലു ബുഖാരി, 2 or 3 ഇടാം. ഇത് ഡ്രൈഡ് പ്ലംസ് ആണ്. അവൈലബിൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. നമുക്ക് ലൂസായിട്ട് കിട്ടും, പാക്കറ്റായിട്ട് കിട്ടും, അങ്ങനെ. പിന്നെ ഇനി ഇത് കിട്ടിയിട്ടില്ല എന്ന് വെച്ചിട്ട് ഉണ്ടാക്കാണ്ടിരിക്കണ്ട. ഇതില്ലെങ്കിലും നമുക്ക് ബോംബെ ബിരിയാണി അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ എനിവേ ഇത് കിട്ടുകയാണെങ്കിൽ ഈ ആലു ബുഖാരി അല്ലെങ്കിൽ ഡ്രൈഡ് പ്ലംസ് ഒരു 2 or 3 എണ്ണം. പിന്നെ വേണ്ടത് ചെറിയ ജീരകമാണ്, 1 ടീസ്പൂണ് ചെറിയ ജീരകം. പിന്നെ വേണ്ടത് ഒരു സ്റ്റാർ ഐൻസ്, പിന്നെ ഒരു കുറച്ച് എന്താ പറയുക ഗ്രാമ്പൂ, ഒരു ടീസ്പൂണ് ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്, ഒരു 4-5 ഏലക്കായ, പിന്നെ ഒരു 3-4 ചെറിയ പീസ് പട്ടയുടെ പീസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പട്ടയുടെ ഇല, 1-2 പട്ടയുടെ ഇല യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് തൈരാണ്, കട്ടത്തൈര് കേട്ടോ, പുളിയില്ലാത്ത കട്ടത്തൈര് ഒരു 1/2 കപ്പ്. പൊടികൾ ആയിട്ടുള്ളത് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണും കൂടെ ഇട്ടിട്ടുണ്ട്. അതിൽ 3/4 ടീസ്പൂണ് ടെർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, ആ 1 ടേബിൾ സ്പൂൺ തന്നെ കാശ്മീരി മുളക് പൊടി. ഇത് നോർമൽ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. പിന്നെ 1 ടീസ്പൂണോളം ക്യുമിൻ പൗഡർ, ജീരകത്തിൻ്റെ പൊടി. പിന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ കൊറിയൻഡർ പൗഡർ, മല്ലിപ്പൊടി, അതും 1 ടേബിൾ സ്പൂൺ. ഇത്രയും പൗഡറുകളാണ് ആവശ്യമുള്ളത്. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ബോംബെ ബിരിയാണി മസാലയാണ്. അത് നമുക്ക് 3 ടേബിൾ സ്പൂൺ വേണം. ഈ ബോംബെ ബിരിയാണി മസാല ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയതാണ്. ഇതിൻ്റെ റെസിപ്പി വളരെ പെട്ടെന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് മല്ലിയില, പുതിന, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ആവശ്യത്തിന് ഓയിൽ. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിൽ തന്നെ നല്ലത്, കുക്കിംഗ് ഓയിലായാലും കുഴപ്പമില്ല. അപ്പോൾ റൈസ് ഉണ്ടാക്കുമ്പോൾ അതിലിടാൻ വേണ്ടിയിട്ട് അവർ ഡയറക്റ്റായിട്ട് നമ്മളെ ഗരം മസാലകൾ ഇടില്ല. ഗരം മസാല എന്ന് വെച്ചാൽ മറ്റേ ഹോൾ ഗരം മസാല അല്ലേ, ഈ ഏലക്കായ, കറുവപ്പട്ട മുതലായ ഐറ്റംസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ തുണിക്കഷ്ണം, അത് കോട്ടൻ്റെ ആവാം അല്ലെങ്കിൽ തോർത്തിൻ്റെ ചെറിയ പീസാവാം, അങ്ങനത്തെ എന്തായാലും ഒരു ചെറിയ പീസ് തുണിക്കഷ്ണം എടുത്തിട്ട്, ഞാനിവിടെ ഒരു കോട്ടൻ്റെ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അതിൽ ഒരു സ്റ്റാർ ഐൻസ്, പിന്നെ ഒരു 2-3 കറുവപ്പട്ട പീസ്, കുറച്ച് ഗ്രാമ്പൂ, അതുപോലെ തന്നെ ഒരു 3-4 ഏലക്ക, എല്ലാം കൂടെ ഒരു ക്ലോത്തിൽ ഇങ്ങനെ കെട്ടിയിട്ട് അങ്ങനെ നമുക്കൊരു കെട്ടിട്ട് കൊടുക്കാം.
ഇനി ഈ കെട്ടാണ് അതിലേക്ക് ആഡ് ചെയ്യാൻ. നമ്മൾ വെള്ളം ബോയിൽ ചെയ്യുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്യാനാണ് ഈ കെട്ട്. അതിനി ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച കെട്ടില്ലേ, അതിന് പോട്ട്ലി എന്നാണ് പറയുക, പോട്ട്ലി ആഡ് ചെയ്ത് കൊടുത്തു. അത്യാവശ്യം സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിളക്കാൻ വെക്കാം. അരി ഇടാനുള്ള വെള്ളം തിളക്കുന്ന ടൈമിൽ നമുക്ക് മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കുന്നതിന് ആദ്യമായിട്ട് നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം. എന്നാൽ ആ ഓയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്തിട്ട് അതിൽ ചിക്കൻ മസാല ആക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉള്ളി ഫ്രൈ ചെയ്യാനുള്ള ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വറുത്ത് കോരാം. നമ്മുടെ റൈസ് ഇടേണ്ട വെള്ളം വെട്ടി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നന്നായി വാഷ് ചെയ്ത് വൃത്തിയാക്കിയ റൈസ് തിളക്കുന്ന വെള്ളത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അരി ഒരു 90% വേവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ 2 ബാച്ചായിട്ടാണ് ഉള്ളി ഇട്ടിരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ബാച്ചും റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഉള്ളി വറുത്ത അതേ എണ്ണയിൽ നമുക്ക് മസാല തയ്യാറാക്കാം. പക്ഷെ എണ്ണ ഇത്ര ആവശ്യമില്ലാത്തത് കാരണം കുറച്ച് എണ്ണ മാറ്റാം. നമ്മുടെ റൈസ് ഒരു 90% കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഊറ്റിയെടുക്കാം. അങ്ങനെ എണ്ണ ചൂടായിട്ടുണ്ട്. പട്ടയുടെ ഇല, പട്ട, ചെറിയ ജീരകം എല്ലാം കൂടെ ആഡ് ചെയ്തതിന് ശേഷം ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂണ് പച്ചമുളക് ചതച്ചത് എല്ലാം കൂടെ ആഡ് ചെയ്തതിന് ശേഷം മിക്സാക്കി കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യത്തിന് മതി. കാരണം നമ്മളെ പൊടിയിൽ നമ്മളെ ബോംബെ ബിരിയാണി മസാലയിൽ ആവശ്യത്തിന് സോൾട്ട് ഇട്ടിട്ടാണ് പൗഡർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ സോൾട്ട് ഇടാൻ. അപ്പോൾ ഇനി നമുക്ക് മസാല പൊടികളൊക്കെ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, മുളക് പൊടി 1 ടേബിൾ സ്പൂണ്, കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂണ്, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണ്, പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബോംബെ ബിരിയാണി മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ 3 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മിക്സാക്കാം. നല്ല സ്മെല്ലാണ് ഈ ബോംബെ ബിരിയാണി മസാലപ്പൊടിയുടെ സ്മെല്ല്. നമുക്ക് 1/2 കപ്പ് പുളിയില്ലാത്ത കട്ട തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തൈരൊക്കെ നന്നായി മിക്സാക്കി കൊടുത്ത് ഇനി നമുക്ക് ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ പ്യൂരി എന്താണെന്ന് ഞാൻ പല വീഡിയോസിലും മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ടൊമാറ്റോ
വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്ത് അതിൻ്റെ സ്കിന്ന് കളഞ്ഞ് ബാക്കി ഉള്ളതെല്ലാം അടിച്ചെടുക്കുന്നതാണ് ടൊമാറ്റോ പ്യൂരി. അപ്പോൾ ഇവിടെ നമ്മൾ 3 ടൊമാറ്റോ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ടൊമാറ്റോ പ്യൂരിയും ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സാക്കി കുറച്ച് നേരം വഴറ്റി കൊടുക്കാം. നമ്മുടെ ടൊമാറ്റോ ഒക്കെ നന്നായി വഴണ്ട് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ ഡ്രൈഡ് പ്ലംസ് അല്ലെങ്കിൽ ആലു ബുഖാരി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 2 or 3 ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ് കുഴപ്പമുള്ളതല്ല. ഇനി നമുക്ക് ഉള്ളി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കേണ്ട സമയമാണ്. അതിൽ പകുതി ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ 3 ഉള്ളിയോട്ടാണ് ഇവിടെ ഫ്രൈ ചെയ്തത്. ഇനി ആവശ്യത്തിന് മല്ലിച്ചപ്പ്, പുതിന. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഊറ്റി വെച്ച റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 10-15 മിനിറ്റ്, കറക്റ്റ് പറയുകയാണെങ്കിൽ 15 to 20 മിനിറ്റ് നമുക്ക് ദം ചെയ്ത് വെക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആ പോട്ട്ലി ആ കെട്ടിട്ടിരുന്നില്ലേ, അത് മാറ്റിയിട്ട് വേണം നമ്മൾ ദമ്മിടാൻ. അത് ആവശ്യമില്ല. ഇനി നമുക്ക് ദമ്മിടേണ്ട റൈസ് അതിൻ്റെ മുകളിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സിമ്മിലിടാം ഫ്ലെയിം. കുറച്ച് റൈസ് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഉള്ളി വറുത്തതും അതുപോലെ തന്നെ മസാല നമ്മൾ 1 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചില്ലേ ബോംബെ മസാല, അതും ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില, പുതിന, പിന്നെ ബാക്കി വരുന്ന റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞ ആ 1 ലെമണിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചില്ലേ ഒരു 1/4 ടീസ്പൂണ് ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി, അത് മിക്സാക്കി കൊടുത്ത്. ഇനി ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ആഡ് ചെയ്യുക, യെല്ലോ കളർ. പക്ഷെ ഞാൻ കളർ ഇടുന്നില്ല എന്ന് വെച്ചിട്ട് നമ്മളെ മക്കളൊക്കെ കഴിക്കണതല്ലേ, അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇവിടെ ടർമറിക് പൗഡർ ആഡ് ചെയ്തത്. ഇത് കുഴപ്പമൊന്നുമില്ല, ഒരു ഫ്ലേവർ വ്യത്യാസവും വരില്ല. അങ്ങനെ ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് റൈസിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള ആ വറുത്ത ഉള്ളി മുകളിലിട്ട് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള മല്ലിച്ചപ്പ്, പുതിന ഇട്ട് കൊടുക്കാം. പിന്നെ ബോംബെ ബിരിയാണി മസാല ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണ് നെയ്യായാലും കുഴപ്പമില്ല. പക്ഷെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ്. നമ്മൾ നേരത്തെ ആ ഉള്ളി ഫ്രൈ ചെയ്തപ്പോൾ മാറ്റി വെച്ചില്ലേ കുറച്ച് ഓയിൽ, അതിൽ നിന്ന് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മിടാൻ വെക്കാം. ദമ്മിടാൻ വെക്കുന്നതിൻ്റെ മുന്നേ ഞാൻ ഇങ്ങനെ ഒരു സാധനം യൂസ് ചെയ്യാറുണ്ട്. ഇനി ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ വല്ല പാനോ പഴയ പാനോ എന്തായാലും യൂസ് ചെയ്താൽ മതി. താഴെ എന്തെങ്കിലും ഉണ്ടാവണം എന്നുള്ളൂ, അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി നമുക്ക് ബിരിയാണി വെച്ച് കൊടുത്ത് ഇനി നമുക്ക് ഫോയിൽ പേപ്പറോട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അടപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്ത് ഒരു 20 മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിൽ ദമ്മിടാം. 20 മിനിറ്റ് മതി കേട്ടോ, കറക്റ്റ് 20 മിനിറ്റ് മതി. അപ്പോൾ കറക്റ്റ് 20 മിനിറ്റ്സ് തന്നെ ദമ്മിട്ട് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ആ ബോംബെ ബിരിയാണി മസാലയുടെ ആ സ്മെല്ലാണ് മെയിനായിട്ട് നമുക്ക് കിട്ടണത്. ഉണ്ടോ, റൈസ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കുക്ക്ഡാണ്. നമ്മൾ ഓൾറെഡി 90% കുക്ക്ഡ് ആയിട്ടാണ് ദമ്മിടുന്നത്. പിന്നെ നമ്മൾ 20 മിനിറ്റ്സ് അല്ലേ ഉള്ളൂ ദമ്മിടുന്നത്. അപ്പോൾ
എല്ലാം കറക്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഈ ബിരിയാണിയിലുള്ള പൊട്ടാറ്റോക്ക് പോലും നല്ല ടേസ്റ്റാണ്. ആ ബിരിയാണി മസാലയുടെ ആ ഫ്ലേവറും ഒക്കെ വരുന്ന എല്ലാതും കൂടെ വരുന്ന കാരണം ആ പൊട്ടാറ്റോയും കഴിച്ചു പോകും നമ്മളൊക്കെ. നമ്മൾ മഞ്ഞൾപ്പൊടി ലാസ്റ്റിൽ ഇട്ട കാരണം കണ്ടില്ല, ഒരു നല്ല യെല്ലോ കളർ തന്നെ കിട്ടും. വെറുതെ നമ്മൾ ഈ യെല്ലോ ഫുഡ് കളറൊക്കെ യൂസ് ചെയ്യണം. യെല്ലോക്ക് പകരം നമ്മളെപ്പോഴും മഞ്ഞൾപ്പൊടിയാണ് ഞാനെപ്പോഴും പ്രിഫർ ചെയ്യാറ്. അതാകുമ്പോൾ ഹെൽത്തിയാണ്, നമുക്ക് കളറിന് കളർഫുള്ളും ആവും. ഇനി നമുക്ക് വിളമ്പിയാലോ. അപ്പോൾ ബോംബെ ബിരിയാണി എങ്ങനെയാണ് സ്പെഷ്യലായിട്ട് വീട്ടിലുണ്ടാക്കുന്നതെന്ന് എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇനി ഈ വീക്കെൻഡ് മന്തിയിൽ നിന്നും ബിരിയാണിയിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുപിടിച്ച് നമുക്ക് ബോംബെ ബിരിയാണി ആക്കിയാലോ. ഇനി നമ്മുടെ ചാനൽ സർവിറ്റ് ലൈക്ക് ഷാനി എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതാണ്. അപ്പോൾ ഇനിയും പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ട്രൈ ടു സർവ് ഇറ്റ് ലൈക്ക് ഷാനി.